എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു ചരിത്ര ഭാഗമാണ് ചിന്തിക്കുന്നത്. 1 ശമൂവേൽ 17 മുതലുള്ള ഒരു ചരിത്ര സംഭവമാണ്. ഇസ്രായേലും ഫെലിസ്ത്യരും തമ്മിൽ യുദ്ധം ചെയ്യുന്ന ഒരു രംഗമാണ്. ഇസ്രായേലിൻ്റെയും യഹോവയുടെയും വലിയൊരു ശത്രുവാണ് ഫെലിസ്ത്യർ എന്നറിയപ്പെടുന്ന ജനം. അവർക്കാലവും ഇസ്രായേലിനെ യുദ്ധം ചെയ്ത് പേടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ജനമാണ്. ശൗല് രാജാവായിരുന്ന കാലത്ത് ഒരിക്കൽ ഫെലിസ്ത്യരുടെ ഒരു മഹാമല്ലൻ ഗോല്യാത്ത് എന്ന് അറിയപ്പെടും. നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു യോദ്ധാവായിരിക്കാം. ഗോല്യാത്ത് ഇസ്രായേലുമായിട്ട് ഒറ്റയ്ക്ക് യുദ്ധത്തിനാണ് ആഹ്വാനം ചെയ്യുന്നത്. ഗോല്യാത്തിന് സമനായി മറ്റൊരാളും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അത്ര ഗാംഭീര്യമുള്ള ഒരു യോദ്ധാവാണ് ഫെലിസ്ത്യനായ ഗോല്യാത്ത്. 40 ദിവസം ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലിനെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ യഹോവയെ വെല്ലുവിളിക്കുക എന്നാണ്. യഹോവയോട് യുദ്ധം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇസ്രായേൽ യഹോവയുടെ ജനമാണ്. അപ്പോൾ അവരെ നിശേഷം തോൽപ്പിച്ച് കളയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർ 2 മലഞ്ചെരുവിൻ്റെ ഇടയിലുള്ള താഴ്വരയിൽ ഒരു യുദ്ധത്തിനായി തയ്യാറെടുത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഗോല്യാത്തിനോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുവാൻ ഇസ്രായേലിൽ ഒറ്റയ്ക്ക് തയ്യാറുള്ള ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. 40 ദിവസം ഈ ഫെലിസ്ത്യൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലിൽ ഒരാൾ ഒറ്റയ്ക്ക് ഈ ഗോല്യാത്തിനെ വകവരുത്തിയാൽ ഫെലിസ്ത്യർ മുഴുവനും ഇസ്രായേലിന് അടിമകളായിരിക്കുമെന്നുള്ള ഒരു വാഗ്ദാനമാണ് അവിടെ വച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു നിസ്സംഗത ഉളവാകുന്ന സാഹചര്യത്തിൽ ബേത്ലഹേമിനായ ഇശ്ശായിയുടെ മകൻ ദാവീദിൻ്റെ 2-3 ജ്യേഷ്ഠന്മാർ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു. ഇശ്ശായി ദാവീദിനെ ഇസ്രായേലിൻ്റെ ക്ഷേമം അറിയുവാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. അത്യാവശ്യം വേണ്ടുന്ന ആഹാര സാധനങ്ങളൊക്കെ കൊടുത്ത് ദാവീദ് അവരുടെ അടുക്കൽ എത്തുന്നു. നീ അവരുടെ ക്ഷേമം അന്വേഷിച്ച് മടങ്ങി വരണം എന്നുള്ള കൽപ്പനയാണ് ഇശ്ശായി പറഞ്ഞിരിക്കുന്നത്. ദാവീദ് ചെല്ലുമ്പോൾ കാണുന്ന രംഗം വളരെ ശോചനീയമായൊരവസ്ഥയാണ്. ദാവീദിന് ഈ രംഗം അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനെ വെല്ലുവിളിക്കുവാൻ ഇവൻ ആര് എന്നുള്ള ഒരു ചോദ്യമൊക്കെ ദാവീദിൻ്റെ മനസ്സിൽ ഉണ്ടായി. അതിനെക്കുറിച്ച് പലരോടും അദ്ദേഹം സംസാരിക്കുകയുണ്ട്. ദാവീദ് ബാലനാണ്, കൂടുതൽ പ്രായമൊന്നുമില്ല. ഏതായാലും ദാവീദിൻ്റെ കുശല അന്വേഷണം ശൗല് അറിയുവാനിടയായി. ദാവീദ് പറഞ്ഞു, ഞാൻ ഈ ഫെലിസ്ത്യ മല്ലനെ നിഗ്രഹിച്ച് ഇസ്രായേലിന്മേലുള്ള നിന്ന ഞാൻ അവസാനിപ്പിക്കും എന്നുള്ള ആശയത്തിൽ ദാവീദ് സംസാരിക്കുന്നു. അപ്പോൾ ശൗല്
ഈ വർത്തമാനം കേൾക്കുകയും ദാവീദിനെ ഈ ഫെലിസ്ത്യ മല്ലനോട് യുദ്ധം ചെയ്യുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു. അതൊക്കെയാണ് അവിടുത്തെ രംഗം. ഈ ഗോലിയാത്തിൻ്റെ ആ മഹത്വത്തെക്കുറിച്ച് ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ, ആയുധ സന്നാഹങ്ങൾ അതെല്ലാം 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 17-ന്റെ 4 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ ഫെലിസ്ത്യ മല്ലനെ കുറിച്ച് അവിടെ വിശദീകരിക്കുന്നു. വായിച്ചു. 17-4 മുതൽ. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്നും ഗത്യനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ളൊരു താമര കവചവും ധരിച്ചിരുന്നു. അവന് താമരം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമരം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ടു നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ആയിരുന്നു. കുന്തത്തിന്റെ അലക് 600 ശേക്കൽ ഇരുമ്പ് ആയിരുന്നു. ഒരു പരിചക്കാരൻ അവന്റെ മുമ്പേ നടന്നു. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരക്കുന്നത് എന്തിന്? ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിന്റെ ചേകവരും അല്ലയോ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്തുകൊള്ളി, അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുതി എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞാൻ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. അപ്പോൾ ഫെലിസ്ത്യൻ്റെ ഈ വെല്ലുവിളി ന്യായമായതാണ്. ഫെലിസ്ത്യനെ നിഗ്രഹിച്ചാൽ ഇസ്രായേലിന് യുദ്ധം ജയിക്കുക മാത്രമല്ല, പിന്നീട് ഫെലിസ്ത്യനുമായിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ്. അപ്പോൾ ദാവീദിനെ സംബന്ധിച്ച് അദ്ദേഹം ബാലനാണ്. ഈ യുദ്ധ സാമഗ്രികളൊക്കെ ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തി ഉള്ള ഒരു ആളല്ല ദാവീദ്. ദാവീദ് ഒരു എളിയവനും കോമളനും പവിഴ നിറമുള്ളവൻ എന്നൊക്കെ ദാവീദിനെ കുറിച്ച് വർണ്ണിക്കുന്നു. ഈ 2 യോദ്ധാക്കളെയും സംബന്ധിച്ചുള്ള വർണ്ണനയിൽ ഒന്ന് ഗാംഭീര്യമേറിയതും ഒന്ന് ലളിതമായതും. അപ്പം ഇവിടെ ദാവീദ് ദൈവത്തിൻ്റെ ജനത്തെയാണ് ചിത്രീകരിക്കുന്നത്. ദൈവത്തിൻ്റെ ജനം അതിന് എതിരായിട്ട് വരുന്ന വചനത്തിൻ്റെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്നു. വചനത്തിന് വിരോധമായി പൊങ്ങുന്ന ആശയങ്ങളെ ജയിക്കുക എന്നുള്ളതാണ് ദാവീദിൻ്റെ ഉദ്ദേശം. കാരണം ദാവീദ് യഹോവയ്ക്ക് വേണ്ടിയും ഇസ്രായേലിന് വേണ്ടിയും നിലകൊള്ളുന്ന ജനത്തിൻ്റെ പ്രതിനിധിയാണ്. ദാവീദിനെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. സങ്കീർത്തനങ്ങളിലെല്ലാം ദാവീദ് യഹോവയെ സ്തുതിക്കുന്നതും വർണ്ണിക്കുന്നതും യഹോവയുടെ പ്രവൃത്തികളെ വിവരിക്കുന്നതുമൊക്കെ പലർക്കും പരിചയമുള്ള വിഷയങ്ങളാണ്. അപ്പം ഈ വെല്ലുവിളിക്കുന്ന ഫെലിസ്ത്യൻ്റെ ഈ അലങ്കാരങ്ങൾ കണ്ട്, ഈ ആയുധശേഖരങ്ങൾ കണ്ട് പിറകോട്ട് മാറുന്നവനല്ല ദാവീദ് എന്നാണ്. സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഈ ഫെലിസ്ത്യനെ ജയിക്കുവാൻ ദാവീദ് മുൻപോട്ട് ഇറങ്ങുന്നു. ഇസ്രായേൽ ഇതെല്ലാം കണ്ട് അമ്പരന്ന് പോവുകയാണ്. ഈ ബാലൻ എങ്ങനെയാണ് ഈ ഫെലിസ്ത്യനെ ജയിക്കാൻ പോകുന്നത്? ദാവീദ് എന്താ പറയണെന്ന് നോക്കാം. 17-ാം അധ്യായം 32-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട. അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ. അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു.
ഇവിടെ ഈ ഫെലിസ്തീനായ മല്ലൻ ബാല്യം മുതലേ യോദ്ധാവാണ്. നീ വെറും ബാലനാണ്. അതുകൊണ്ട് ഈ ഫെലിസ്തീനോട് അംഗം പൊരുതുവാൻ നിനക്ക് സാധ്യമല്ല. ദാവീദിന്റെ മറുപടി, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്തീനോട് അംഗം പൊരുതും. ദാവീദിന്റെ ഉറപ്പും വിശ്വാസവും യഹോവയിലുള്ള ദാവീദിന്റെ ജ്ഞാനവും ആണ് ദാവീദിനെ ഇതിന് പ്രാപ്തനാക്കുന്നത്. അപ്പോൾ ഏതായാലും നേർക്കുനേർ ഫെലിസ്തീനോട് പൊരുതുവാൻ ദാവീദ് തീരുമാനിച്ചു. ശൗലിൽ നിന്നും ഇസ്രായേലിലെ ബാക്കി ആളുകളിൽ നിന്നും ഒരു അനുവാദം ദാവീദിന് ലഭിച്ചു. ദാവീദ് യുദ്ധത്തിന് തയ്യാറായിട്ട് ഇറങ്ങിയാണ്. 40-ാം വാക്യം വായിച്ചു. 17-ന്റെ 40-ാം പിന്നെ അവൻ തന്റെ വടിയെടുത്തു തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്ത് ഇടയസഞ്ചിയായ പൊക്കണത്തിലിട്ടു. കയ്യിൽ കവിണയുമായി ഫിലിസ്തീനോട് അടുത്തു. ഫിലിസ്തീനും ദാവീദിനോട് അടുത്തു. പരിചക്കാരനും അവന്റെ മുമ്പേ നടന്നു. ഫിലിസ്തീൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ച്, അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമള രൂപനും ആയിരുന്നു. ഫിലിസ്തീൻ ദാവീദിനോട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. അപ്പൊ ഇവിടെ ദാവീദ് യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കുമ്പോൾ തന്റെ വടി കയ്യിൽ എടുത്തു. ഗോലിയാത്തിന്റെ അടുക്കലേക്ക് പോവാൻ ഉള്ള മിനുസമുള്ള 5 കല്ലും തെരഞ്ഞെടുത്തു. താഴ്വരയായതുകൊണ്ട് അതിലെ വെള്ളം ഒഴുകുന്നു. അവിടെ നിന്നും 5 കല്ലാണ് ദാവീദ് എടുക്കുന്നത്. പിന്നെയോ ഫിലിസ്തീനോടടുത്തു. ഈ 5 കല്ല് കരുതിയതിന്റെ കാരണം, ഒരു കവിണയുണ്ട് ദാവീദിന്റെ കയ്യിൽ. ഈ കവിണയിൽ വെച്ചിട്ട് ഒന്നൊന്നായി എഴുതി വിടാനാ ഫിലിസ്തീന്റെ നേർക്ക്. ഈ 5 കല്ല് കൊണ്ട് ഏതായാലും ആ കല്ല് തീരുന്നതിന് മുമ്പ് ഫിലിസ്തീനെ വീഴിക്കാമെന്നുള്ള ഉറപ്പാണ് ദാവീദിനുള്ളത്. അത് ഇടയസഞ്ചിയായ പൊക്കണത്തിലിട്ടു. ഫിലിസ്തീനോട് അടുത്തു. നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. ഇതൊരു നിസാര കാര്യമായിട്ടാണ് ഗോലിയാത്തിന് തോന്നിയത്. ദാവീദ് പറഞ്ഞു, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവഭൂമിയും അറിയും. ദാവീദിന്റെ ഉദ്ദേശം ഒന്ന് മാത്രം, ഫെലിസ്തീനെ നിഗ്രഹിക്കുക വഴി, ഈ മഹാമല്ലനെ ഇല്ലാതാക്കുക വഴി ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവജാതിയും സർവഭൂമിയും അറിയും. അപ്പൊ യഹോവയെ സർവഭൂമിക്കും അറിയുന്ന അവസ്ഥയിലാക്കി തീർക്കുക എന്നുള്ളതാണ് ദാവീദിന്റെ ഉദ്ദേശം. യഹോവയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവ എന്നാണ്. അപ്പൊ ഇസ്രായേൽ അന്നും ഇന്നും
ലോകത്തിനൊരു ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന ജനമാണ്. ഇപ്പൊ സർവഭൂമിക്കും ഒരറിവുണ്ട്. സർവഭൂമി എന്ന് പറഞ്ഞാൽ സർവ മനുഷ്യരെന്നാണ്. സർവഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ എന്ന് പറയുന്ന പോലെ. അപ്പൊ നമുക്ക് ദാവീദ് എടുത്ത ഈ വടി ഏതാണ്? വടി ദാവീദിന് കൊടുത്തിരിക്കുന്ന അധികാരമാണ്. ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക്, യഥാർത്ഥ ഭക്തന്മാർക്ക്, ദൈവത്തിൻ്റെ വചനമറിയുന്ന യഥാർത്ഥ ഭക്തന്മാർക്ക് കൊടുത്തിരിക്കുന്ന അധികാരമാണ് ഈ വടി. അപ്പൊ 5 കല്ലുകൾ വേദപുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട 5 ഉപദേശങ്ങളാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നീണ്ടുകിടക്കുന്ന 5 വിഷയങ്ങൾ. അതാണ് 5 കല്ല്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ച് പറയാം. ദൈവം ഒരുവൻ, അതാണ് ഒരു കല്ല്. ദൈവത്തെക്കുറിച്ച് വിവിധങ്ങളായ അന്ധവിശ്വാസങ്ങളും ഊഹാഭോഗങ്ങളും ഇന്ന് മനുഷ്യരുടെ ഇടയിൽ നിലനിൽക്കുന്നു. ദൈവം ഒരുവൻ എന്ന് പറഞ്ഞാൽ ദൈവം ഏക വ്യക്തിയാണെന്നുള്ള സത്യമാണ് വേദപുസ്തകം പറയുന്നത്. സകല ജാതികളും അങ്ങനെയല്ല. ഇസ്രായേൽ ഒഴികെയുള്ള ഒരു ജാതിയും ദൈവം ഏകനാണെന്നുള്ള വിശ്വാസമുള്ളവരല്ല. ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, ക്രൈസ്തവരുൾപ്പെടെ. അപ്പോൾ ദൈവം ഒരുവൻ എന്നുള്ളതാണ് ആദ്യത്തെ കല്ല്. അടുത്ത കല്ല് യേശു ദൈവപുത്രൻ എന്നുള്ളതാണ്. യേശു ദൈവമല്ല, ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളത്. ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് ദൈവത്തിൻ്റെ പുത്രൻ. മനുഷ്യന് സന്തതി ജനിക്കുന്നത് പോലെയല്ല യേശുക്രിസ്തു ജനിച്ചതെന്നാണ് പറയുന്ന ന്യായം. പിതാവ്, പുത്രൻ, ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത അന്ധബുദ്ധികളായ ആളുകൾക്ക് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന വിഷയമല്ല. അത് വരം ലഭിച്ചവർക്കുള്ള വിഷയമാണ്. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. യേശു ഒരു നല്ല മനുഷ്യനാണെന്ന് പറയുന്നത്. വേദപുസ്തകം പറയുന്നു യേശു ദൈവപുത്രനാണ്. അടുത്ത 3-ാമത്തെ വിഷയം മറുവില എന്നുള്ളതാണ്. ആദാമിനു വേണ്ടി, ആദാമ്യ സന്തതി പരമ്പരകൾക്ക് വേണ്ടി യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു എന്നുള്ള സത്യമാണ് വേദപുസ്തകം പറയുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ യാഗമരണത്തിൻ്റെ അദൃശ്യവും ദൃശ്യവുമായ വിഷയങ്ങൾ അടക്കിയിരിക്കുന്നു. പഴയ നിയമത്തിലുള്ള ലേവ്യ പുസ്തകത്തിൽ പറയുന്ന സർവ്വയാഗങ്ങളും ക്രിസ്തുവിൻ്റെ മറുവിലയെ സൂചിപ്പിക്കുന്നതാണ്. പുതിയ നിയമത്തിൽ അതിൻ്റെ നിവൃത്തി നാം കാണുന്നു. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന്. അടുത്ത വിഷയം, 4-ാമത്തെ വിഷയം ദൈവരാജ്യം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭരണം യേശുക്രിസ്തുവിൽ കൂടെ ഈ ഭൂമിയിൽ സ്ഥാപിതമാകും. ഇത് സ്വർഗത്തിലല്ല ദൈവരാജ്യം സ്ഥാപിക്കുന്നത്, ഈ ഭൂമിയിലാണ്
ദൈവരാജ്യം സ്ഥാപിക്കും. അതാണ് നാലാമത്തെ വിഷയം. നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഇനി അഞ്ചാമത്തെ കല്ല് യഥാസ്ഥാപനം എന്നുള്ള വിഷയമാണ്. എന്താണ് യഥാസ്ഥാപനം എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷിൽ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. പൂർവാവസ്ഥയുടെ പുനഃസ്ഥാപനം എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയെ സംബന്ധിച്ച് എന്താണ് പൂർവ അവസ്ഥ? കഴിഞ്ഞുപോയ അവസ്ഥ. ആദാമിന് ഏദൻ തോട്ടത്തിൽ ആദിമ കാലത്ത് ഉണ്ടായിരുന്ന അവസ്ഥ, ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മുഴുവൻ മനുഷ്യരാശിയും മടങ്ങി വരും എന്നുള്ളതാണ് യഥാസ്ഥാപനം. അപ്പൊ ഈ 5 വിഷയങ്ങളുടെ മുമ്പിൽ ഇന്ന് ലോകത്തിൽ നിലവിലിരിക്കുന്ന എല്ലാ അബദ്ധവിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ദാവീദാകുന്ന ദൈവത്തിൻ്റെ ജനം തകർത്ത് നശിപ്പിച്ചു കളയുമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ജനവും പിശാചിന്റെ ജനവും ചേർന്നുള്ള ഒരു പോരാട്ടം ഇന്നിവിടെ നടക്കുന്നു. 21-ാം നൂറ്റാണ്ടിലും മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത വിധത്തിലുള്ള തെളിയിക്കാൻ പറ്റാത്തതായ ആശയങ്ങൾ കൊണ്ടിന്ന് ഭൂമി നിറഞ്ഞിരിക്കുകയാണ്. നിരീശ്വരവാദം, യുക്തിവാദം തുടങ്ങിയ ആശയങ്ങൾ വേദപുസ്തകത്തിന്റെ അർത്ഥവ്യാഖ്യാനത്തിൽ തെറ്റുവരുത്തിക്കൊണ്ട് പലവിധമായ ഫോഴ്സുകൾ ഇന്ന് മനുഷ്യൻ പറഞ്ഞ് പെരുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെയുള്ള ഈ പഠനം, ഇത് ഒരു ശത്രുവാണ് ദൈവത്തിന്. അപ്പൊ ഈ ഗോല്യാത്തിന്റെ നാശം അത് സർവഭൂമിയുടെയും കർത്താവും അധികാരിയുമായി യഹോവയുണ്ടെന്നുള്ള സത്യം ലോകത്തിന് ദൃശ്യമാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദാവീദ് നേരിടുന്ന ഈ ഗോല്യാത്ത് പരിണാമവാദ സിദ്ധാന്തമാണ്. പരിണാമവാദ സിദ്ധാന്തത്തെ ബൈബിൾ കൊണ്ട് ദൈവത്തിന്റെ ജനം തകർത്ത് കളയും എന്നതാണ്. ഇന്ന് പല കാര്യങ്ങളും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ദാവീദ് എടുത്ത കവിണ, ഒരു കവിണയ്ക്ക് 2 കവരയുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന. ഈ 2 കവര എന്ന് പറയുന്നത് ഒന്ന് പഴയ നിയമവും ഒന്ന് പുതിയ നിയമവും. ഇതിൽ ഉൾക്കൊള്ളുന്നതാണ് ഈ 5 കല്ലുകളും. പക്ഷെ ഇവിടെ ഗോല്യാത്തിനെ വീഴിക്കാൻ ഒരു കല്ലിന്റെ ആവശ്യമുണ്ടായിരുന്നു. ആ കല്ലിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാണ്? യഥാസ്ഥാപനം എന്നുള്ള ആ കല്ല്. ആ ഒറ്റ കല്ലുകൊണ്ട് ഗോല്യാത്തിന്റെ നെറ്റിക്ക് ആ കല്ല് പതിക്കുകയും ഗോല്യാത്ത് കവിந்து വീണ് കിടക്കുകയാണ്. ഗോല്യാത്ത് പുറകോട്ടല്ല. ദാവീദിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നത് പോലെ ഗോല്യാത്ത് വീഴുന്നു. ഇന്നിവിടെ നിലവിലിരിക്കുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും ഈ വിധത്തിൽ തകരാൻ പോവുകയാണ്. പ്രപഞ്ചമുണ്ടായിട്ടുള്ളത്, പ്രപഞ്ചത്തിലുള്ള സൃഷ്ടവസ്തുക്കൾ ഉണ്ടായിട്ടുള്ളത് പരിണാമത്തിൽ കൂടെയാണെന്ന സിദ്ധാന്തം. എന്താണ് പരിണാമം?
ഭൂമിയിലുള്ള എല്ലാ ജീവികൾക്കും ഒരു പൊതു പൂർവികൻ ഉണ്ടായിരുന്നു. ആ ഒരു പൊതു പൂർവികനിൽ നിന്നും വളർന്ന് പല ശാഖകളായി പല വിധത്തിലുള്ള ജീവികളായി തീർന്ന ജീവികളാണ് ഈ ഭൂമിയിലുള്ളത്. ഒരു പൊതു പൂർവികൻ. അതിനൊരു ഉദാഹരണം പറയുന്നത് ഒരു വൃക്ഷം. ആ വൃക്ഷത്തിൻ്റെ തായ്തടി അത് വളരുന്തോറും അതിന് ശാഖകൾ ഉണ്ടാകുന്നു, ശിഖരങ്ങളുണ്ടാകുന്നു, ഇലകൾ, പൂവ്, കായ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വൃക്ഷം. ഇതാണ് പരിണാമവാദ വികാസത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് പരിണാമവാദികൾ പറയുന്നു. ഒരു പൊതുപൂർവികനിൽ, അത് ജീവനുള്ളവയെ സംബന്ധിച്ച്. ജീവനില്ലാത്ത സൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ സയൻസ്, പരിണാമവാദം, യുക്തിവാദം അവർ സമ്മതിക്കില്ല. ഉണ്ടായത് എന്ന് പറയാനേ പറ്റുള്ളൂ. ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല, ഉണ്ടായതെന്ന് പറയാനേ പറ്റുള്ളൂ. ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അത് സയൻസിന് പറ്റിയതല്ല. ഉണ്ടായതെന്ന് പറഞ്ഞെങ്കിലേ സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങൾ ഏത് പൊതുപൂർവികനിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയാൻ ഇവിടുത്തെ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ധൈര്യമുണ്ടോ? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, കോടാനുകോടി ഗാലക്സികൾ, ഇതെല്ലാം ഉണ്ടായത് ഏത് പൂർവികനിൽ നിന്നാണെന്ന് പറയാൻ പറ്റില്ല. ഇത് ദൈവത്തിൻ്റെ ജനം പറയും അതിൻ്റെ പൊതുപൂർവികൻ ഊർജം മാത്രമാണ്. ഊർജത്തിൽ നിന്നാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും തുടങ്ങിയ പിണ്ഡമുണ്ടായിട്ടുള്ളത്. അതിന് ഒരു പൂർവികനേ ഉള്ളൂ, ഊർജം. അത് കാണാൻ കഴിയില്ല, അത് അനുഭവത്തിലേ മനസ്സിലാക്കാൻ പറ്റൂ. അത് ശരിയാണ്. പക്ഷേ ഭൂമിയും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സൃഷ്ടവസ്തുക്കൾ ഏത് പൊതുപൂർവികനിൽ നിന്നാണ് ഉണ്ടായത്? വെള്ളത്തിൽ നിന്നാണ് ജീവൻ തുടങ്ങിയത്. വെള്ളം എവിടെ നിന്നാണ് ഉണ്ടായെന്ന് ചോദിച്ചാലോ അതിന് ഉത്തരമില്ല. വെള്ളത്തിൽ ജീവനുണ്ടായി. ഒരു അമീബയാണ്, പ്രോട്ടോസോവ, അമീബ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ തടി തന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സൃഷ്ടികളുടെ ഒരു വിവരണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭൂമിയിലെ ജീവനുള്ളതും വൃക്ഷങ്ങൾ, ജന്തുക്കൾ, സസ്യങ്ങൾ, പർവ്വജാതികൾ, നാൽക്കാലികൾ, ഇഴജാതികൾ, ഇതെല്ലാം വ്യത്യസ്ത വിഭാഗത്തിൽ എങ്ങനെ ഉണ്ടായി എന്ന് വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പറയുന്നു. ഭൂമിയിൽ സസ്യങ്ങൾ, പുല്ല്, സസ്യങ്ങൾ, അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെ. അതത് തരം എന്നാ പറഞ്ഞിരിക്കും. വ്യത്യസ്ത ഇനങ്ങൾ. ഓരോ വ്യത്യസ്ത ഇനങ്ങൾക്കും അതിൻ്റെതായ പൂർവികനുണ്ടെന്നാണ് വേദപുസ്തകം പറയുന്നത്. വൃക്ഷങ്ങൾക്കൊരു പൂർവികൻ. ഇപ്പോൾ ആഞ്ഞിലി, പ്ലാവ്, ഇങ്ങനെയുള്ള നമുക്ക് ഏറ്റവും സുപരിചിതമായ വൃക്ഷങ്ങൾ. പ്ലാവിൽ നിന്നല്ല ആഞ്ഞിലി ഉണ്ടായത്, ആഞ്ഞിലിയിൽ നിന്നല്ല പ്ലാവ് ഉണ്ടായത്, പ്ലാവിൽ നിന്നും ആഞ്ഞിലിയിൽ നിന്നല്ല മറ്റൊരു മരം ഉണ്ടായത്. ഇതിനെല്ലാം ഓരോന്നിനും പൂർവികന്മാരുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. ഇനി മൃഗങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, എത്രയോ വിവിധ തരങ്ങളിലുള്ള മൃഗങ്ങളാണ് ഭൂമിയിലുള്ളത്. കുരങ്ങിൽ നിന്നാണ് കടുവയും ആനയുണ്ടായത്? കുരങ്ങിൽ നിന്നാണ്? അല്ല. പൂച്ചയിൽ നിന്നല്ല പട്ടി ഉണ്ടായത്. ഇത് ഓരോ വിഭാഗത്തിനും പൂർവികൻ ആദ്യമേ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ്
അതത് തരം കന്നുകാലി, നാൽക്കാലി, ഇടജാതി എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിച്ചു, ഉളവായി വരട്ടെ എന്ന്. ആകാശത്ത് പറവജാതികൾ പറക്കട്ടെ. എത്രയോ വ്യത്യസ്ത തരങ്ങളിലുള്ള പക്ഷികളാണ്. ഓരോ തരത്തിൽപ്പെട്ട പക്ഷികൾക്കും പൂർവികനുണ്ട്. അതാണ് വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നത്. അതുപോലെ മത്സ്യങ്ങൾ. അപ്പോൾ വ്യത്യസ്ത ഇനങ്ങൾക്ക് വ്യത്യസ്തരായ പൂർവികന്മാർ മുന്നമേ തന്നെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും പ്രത്യുൽപാദനം വഴി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഭൂമിയിലുള്ള സൃഷ്ടവസ്തുക്കളെല്ലാം. മനുഷ്യനോടും അത് തന്നെ പറഞ്ഞു. ആദാമിനെ ഹവ്വയെയും സൃഷ്ടിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിനെന്നവർ. പലരുടെയും ധാരണ ആദാമും ഹവ്വയും തെറ്റ് ചെയ്തുകൊണ്ടാണ് സന്തതി ഉണ്ടായെന്നാണ്. ആ ധാരണ തെറ്റാണ്. ദൈവം അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ എന്നാ പറഞ്ഞു. അതിൻ്റെയൊക്കെ ശേഷമാണ് പാപം ചെയ്തത്. അപ്പോൾ എല്ലാം ഒരു പൊതു പൂർവികനിൽ നിന്നുണ്ടായെന്ന് പറയുന്ന സിദ്ധാന്തം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിഷേധാത്മകമാണ്. ഇനി വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിണാമം എന്ന് പറഞ്ഞാൽ പൂർവാവസ്ഥയിലേക്ക് മടങ്ങി വരുമെന്ന, ആദിമ അവസ്ഥയിലേക്ക് മടങ്ങി വരുന്ന. സയൻസിൻ്റെ നോട്ടത്തിൽ പഴയ അവസ്ഥയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഏതെല്ലാം വഴിയിൽ പരിണമിച്ചു വന്നുവോ അതിനനുസരിച്ച് പുറകോട്ടൊരു പരിണാമം സംഭവിക്കും. അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ജീവി തന്നെ ഇല്ലാതെയാകും. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാ മനുഷ്യൻ ആദിമ പൂർണ്ണതയിലേക്ക് മടങ്ങി വരുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പം ഈ നിലവിലുള്ള ആശയങ്ങളെ ഖണ്ഡിക്കുന്ന ഒരു വലിയ വിഷയമാണ് യഥാസ്ഥാപനം എന്നുള്ള ഈ വിഷയം. പ്രപഞ്ചത്തിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കൾ തനിയെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിനും ഈ വാദികൾക്കുമൊക്കെ വളരെ ഇഷ്ടമാണ്. അത് ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് പറയുമ്പോൾ വിഷയം മാറി. ദൈവത്തിൻ്റെ കാര്യം ഇവിടെ പറയാൻ പാടില്ല. ദൈവം സൃഷ്ടിച്ചു എന്ന് പറയാൻ പാടില്ല. പറഞ്ഞാൽ എന്താ കുഴപ്പം? ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സൃഷ്ടാവിങ്കിലേക്ക് തിരിയേണ്ടി വരും. അങ്ങനെ എല്ലാവരും തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ പ്രസ്ഥാനങ്ങളൊന്നും മുമ്പോട്ട് പോവുകയാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തെങ്കിൽ നിന്നും മനുഷ്യനെന്ന് പറയുന്ന ഈ മഹത്വമുള്ള സൃഷ്ടിയെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വാദങ്ങളുടെ എല്ലാം ഉദ്ദേശം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. പിശാചാണ് ഈ ആശയങ്ങളെല്ലാം കാലാകാലങ്ങളിൽ കൊണ്ടുവരുന്നത്. സൃഷ്ടിയെക്കുറിച്ചും സൃഷ്ടവസ്തുക്കളെക്കുറിച്ചുമുള്ള ലക്ഷ്യങ്ങൾ നാം പഠിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന ഏകദൈവം സർവശക്തനാണെന്ന് സമ്മതിക്കേണ്ടി വരും. ദൈവം സർവശക്തനാണെന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും ദൈവവിശ്വാസത്തിൽ മുതിർന്നു വരേണ്ടി വരും. ഈ ഒരു ആശയത്തിലേക്ക് മനുഷ്യൻ പോകാതിരിക്കാൻ വേണ്ടി. ഈ പിന്നീടുള്ള ഈ 4 വിഷയങ്ങൾ അത് മുഴുവനായിട്ടൊന്നും പറയാൻ ഇപ്പോൾ സമയമില്ല. പിന്നീട് ഒരവസരത്തിൽ ബാക്കിയുള്ള വിഷയങ്ങൾ ഈ അബദ്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഖണ്ഡിക്കുന്നു എന്നുള്ള കാര്യം പറയാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ദാവീദ് ഫെലിസ്തീനെ കൊന്ന്
അവൻ്റെ തല വെട്ടി എടുത്തു എന്നാണ്. അങ്ങനെ ഇസ്രായേലിൻ്റെ നിന്ന നീക്കുക. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സകല ജാതികളും. അപ്പൊ യഹോവയ്ക്കും ബൈബിളിനും വിരോധമായി ഉയർന്നു വരുന്ന ആശയങ്ങളെ നിരായുധീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ ജനങ്ങളെ സംബന്ധിച്ച് സർവഭൂമിക്കും യഹോവ അധിപതിയായിരിക്കുന്നു. അവൻ്റെ പുത്രനാണ് യേശുക്രിസ്തു എന്നുള്ള സത്യവും ഈ കൂടെ ലോകത്തിന് വെളിപ്പെടുവാൻ ഇടയാകും. അങ്ങനെ ഈ മഹായുദ്ധം യഹോവയുടെ മഹത്വമായി തീർന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുക.